കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഏലിയാവ് കേട്ടതായിട്ട് ഇവിടെ പറയുന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ദൈവം നമ്മോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കരഞ്ഞ് വിലപിച്ച് അല്ലെങ്കിൽ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ദൈവം വന്നൊരു ദൈവ പൈതലോട് കേൾക്കും, ഇവിടെ നിനക്ക് എന്ത് കാര്യം, അല്ലെങ്കിൽ നീ ഇപ്പോൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വന്ന് ആശ്വാസം തരുന്ന സമയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ ഒരു പ്രവാചകൻ ദൈവത്തിന് വേണ്ടി ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ പ്രവചിച്ചും പ്രവർത്തിച്ചും കാണിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ഒരു ദിവസം തൻ്റെ ആ ഒരു മിനിസ്ട്രിയിൽ തന്നെ, തൻ്റെ ഒരു ദൈവത്തിൻ്റെ അവിടേക്കുള്ള ആ ഒരു യാത്രയിൽ തന്നെ വളരെ തളർന്നു പോയവനായിട്ട് താൻ ഒരു ഗുഹയുടെ അകത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ ആ 19 അധ്യായത്തിൻ്റെ 11, 12 നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്ന ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഈ ഗുഹയ്ക്കകത്തിരുന്ന ഏലിയാവിനോട് കർത്താവ് പറയുകയാണ്, നീ പുറത്ത് വന്ന് ഈ പർവ്വതത്തിൻ്റെ മുകളിലൊന്ന് നിൽക്ക് എന്ന്. അപ്പോൾ ഇവൻ പുറത്ത് വന്നപ്പോൾ ആദ്യം അവനെ കടന്നു പോയത് ഇവിടെ കാണുന്നു ഒരു ശക്തിയുള്ള കൊടുങ്കാറ്റ് എന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു ശക്തിയുള്ള കൊടുങ്കാറ്റ് തന്നെ കടന്നു പോയപ്പോഴും അതിൽ യഹോവ ഇല്ലായിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ കാറ്റിന് ശേഷം ഒരു വലിയൊരു ഭൂകമ്പം ആ സ്ഥലത്തുണ്ടായി. ആ ഭൂകമ്പം തന്നെ കടന്നു പോയപ്പോഴും അതിലും യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു തീഗോളം കടന്നുപോയി, അതിലും യഹോവ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഒരു മൃദസ്വരത്തിൽ പറയുന്ന ഒരു ശബ്ദമാണ് ഏലിയാവ് കേട്ടത്. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി എന്ന് കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, അപ്പോൾ കൊടുങ്കാറ്റ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ ഉള്ള ഒരു പ്രശ്നം വന്നാലും, അല്ലെങ്കിൽ തീജ്വാല പോലെ ഉള്ള ഒരു എരിക്കുന്ന ഒരു പ്രശ്നം വന്നാലും, ഭൂകമ്പം പോലെ എല്ലാം മാറ്റിമറിച്ച് ഒന്നുമില്ലായ്മയാക്കി തീർക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും കർത്താവ് അതിൽ ഇല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ കർത്താവ് നമ്മോട് കൂടെ തന്നെ ഉണ്ട്. ഈ പ്രശ്നങ്ങൾ കടന്നു പോകുമ്പം നിനക്ക് ഇവിടെ എന്തെന്ന് കേൾക്കുന്ന ആ മൃദുവായ ശബ്ദം. അപ്പോൾ അത് കേട്ടിട്ട് ഉടനെ ഏലിയാവ് തൻ്റെ മുഖത്തെ മൂടി എന്ന് കാണുന്നു. പ്രിയ ദൈവ പൈതൽ, നാം എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് തന്നെ, ഈ ഏലിയാവ് ഗുഹയ്ക്കകത്തിരുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് തന്നെ നാം മൂടിക്കെട്ടിയിരിക്കുമ്പോൾ അതിൽ നിന്ന് നാം ഒരു വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ എപ്പോഴാണ് ഈ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കർത്താവായ യേശുക്രിസ്തു എന്ന ആ ഒരു പർവ്വതത്തിൽ നാം ഉറച്ച് പുറത്തു വന്ന ദൈവത്തോട് നാം നിൽക്കുന്നുവോ, അപ്പോൾ നമ്മെ വിട്ട് കടന്നു ഈ ഭൂകമ്പങ്ങളായാലും കൊടുങ്കാറ്റുകളായാലും തീജ്വാലകളായാലും നമ്മെ വിട്ട് കടന്നു പോകും. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളിൽ നാം തളർന്നു പോകാതെ വിഴുന്നു പോകാതെ നിലനിൽക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ മൃദുവായ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് ഈ ലോകയാത്രയിൽ സാവധാനം മുമ്പോട്ട് നമ്മുടെ ജീവിതങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ നയിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും.
ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, നിങ്ങൾ ഇന്ന് എന്ത് പ്രശ്നത്തിൽ കൂടെ പോയാലും ആ കർത്താവിൻ്റെ പർവ്വതത്തിൽ എന്ന് പറഞ്ഞാൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുവാൻ മറക്കണ്ട. കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, കൂടെ ഇരുന്ന് വഴി നടത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്ത് കർത്താവെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അതേമേ ഈ വചനത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം. കർത്താവെ, ഒരു ദൈവദാസനായ ഒരു ഏലിയാവിൻ്റെ മുമ്പിൽ കടന്നുപോയ പ്രശ്നങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ കർത്താവ്, അല്ലെങ്കിൽ ഒരു തീ പോലെ കടന്നു പോകുന്ന ഒരു ഭൂകമ്പം പോലെ പ്രശ്നങ്ങളുടെ മധ്യയിൽ ആയിരിക്കുന്ന ദൈവപൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ ദൈവമേ, അതിൻ്റെ നടുവിൽ കൂടെ നീ അങ്ങ് കടന്നു പോകയില്ല. പക്ഷേ എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ആ ഒരു പ്രശ്നങ്ങളുടെ മധ്യയിലും അടുത്ത് തന്നെ ഉണ്ടെന്ന് ഏലിയാവിന് വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുന്ന ഈ പൈതങ്ങൾക്ക് അങ്ങേ വെളിപ്പെടുത്തി അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം കർത്താവെ അങ്ങക്ക് ധൈര്യപ്പെടുത്തി സ്ഥിരപ്പെടുത്തി വിശ്വാസത്തിൽ നിലനിർത്തി അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.